അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് നമ്മളിലേക്ക് തന്നെ തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. നമ്മൾ അവരുടെ കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോൾ കുറച്ച് ക്യാഷ് എടുത്ത് അവരെ സഹായിക്കും. നമ്മളിൽ ഉള്ളത് വെച്ച് അവരെ ഒന്ന് സഹായിക്കും. പിന്നീടുള്ള സമയം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവരോട് ആ ക്യാഷ് തിരിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് തരാൻ അവർ തരില്ല. അവരോട് നമ്മൾ കടം ചോദിക്കുന്ന മാതിരത്തെ ഒരു ഫീലാക്കാരം അവർ നമ്മളോട് പെരുമാറുക. ചിലരെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ചിലരെ കുറിച്ചാണ് മാത്രം ഞാൻ പറയുന്നത്. ചിലർക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ഞാൻ പറയുമ്പോൾ ഇത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മൾ കടം കൊടുത്ത ക്യാഷ് തിരിച്ച് ചോദിക്കുമ്പോൾ അവരോട് ദേഷ്യത്തിൽ പെരുമാറുക, അതല്ലെങ്കിൽ നമ്മൾ അവരോട് കടം ചോദിക്കുന്നത് പോലെയുള്ള ഒരു പെരുമാറ്റം അവരിൽ നിന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാതിരിക്കുവാൻ നമ്മൾ കൊടുത്ത ക്യാഷ് അത് നമുക്ക് തിരിച്ചു തരുവാൻ അവർക്കൊരു മനസ്സ് വരണ്ടേ. ആ മനസ്സുണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. ഏതെങ്കിലും നല്ല സമയത്ത്, അതായത് സുബ്ഹിൻ്റെ സമയത്തോ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷമോ അതല്ലെങ്കിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ചെയ്യുമ്പോൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്യരുത്. നല്ല ദൃഢവിശ്വാസത്തിൽ ചെയ്യുക. ഞാനിങ്ങനെ ചെയ്താൽ അള്ളാഹു എൻ്റെ ദുആ സ്വീകരിക്കും, അത് കാരണം അയാൾക്ക് എൻ്റെ ക്യാഷ് തിരിച്ചു തരുവാനുള്ള ഒരു മനസ്സുണ്ടാകും എന്നുള്ള ഒരു ദൃഢവിശ്വാസത്തിൽ ചെയ്യുക. പരിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുകളിലെ 2 ആയത്താണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ഫസ്റ്റത്തെ ആയത്ത് സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ഫറള എന്ന് തുടങ്ങുന്ന ആയത്താണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. മറ്റൊരു ആയത്ത് സൂറത്തുൽ ഫതഹിലാണ്. സൂറത്തുൽ ഫതഹിലെ അവസാനത്തെ ആയത്താണ് മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ 2 ആയത്തുകളും ദിവസവും ഓതുക. നിങ്ങൾക്ക് എത്രയാണോ ഓതാൻ കഴിയുന്നത് അത്രയും ഓതുക. എല്ലാ നിസ്കാര ശേഷവും ഓരോ തവണ വീതം ഓതുവാൻ കഴിയുകയുള്ളൂ എങ്കിൽ അങ്ങനെ ഓതുക. അതല്ല, നിസ്കാര ശേഷം പതിവായിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇരുന്ന് ഓതാൻ സാധിക്കുമോ അത്രയും ഓതാം, അത്രയും നല്ലത്. എന്നിട്ട് നന്നായിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആ കൊടുത്ത ക്യാഷ് തിരിച്ചു തരുവാനുള്ള ഒരു മനസ്സ് അയാൾക്കുണ്ടാവാനും, അതുപോലെ തന്നെ അയാൾക്കും സാമ്പത്തികപരമായിട്ട് ഉണ്ടായാലേ അയാൾക്ക് കടം വീട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൊടുത്ത ക്യാഷ് തിരിച്ചു തരാനുള്ള ഒരു സാമ്പത്തികപരമായിട്ടുള്ള സമ്പത്ത് അയാൾക്കുണ്ടാകാനും വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുക. അതുപോലെ തന്നെ ആ വ്യക്തിയെ കാണുന്ന സമയത്തൊക്കെ ക്യാഷിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക. ഇടങ്ങാറാക്കാത്ത രീതിയിൽ ഓർമ്മപ്പെടുത്തുക. കാരണം അയാളുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസം എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവരെ ഇടങ്ങാറാക്കാത്ത രീതിയിൽ അവരെ ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടുവാനുമുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. അതുപോലെ തന്നെ കടം വാങ്ങിയവർക്ക് കടം തിരിച്ചു കൊടുക്കുവാനുള്ള ഒരു മനസ്സും സമ്പത്തും ഉണ്ടാകട്ടെ. എല്ലാവരുടെയും കടങ്ങളെല്ലാം വീട്ടി റാഹത്തുള്ള, ഇസ്സത്തുള്ള, സമാധാനമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.